കേരള സർക്കാർ ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ അതോടുകൂടി നിങ്ങളിലേക്ക് തരികയാണ്. കേരള ഗവൺമെന്റ് ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് നൽകി വരുന്നുണ്ട് നാടൻ കലാകാരന്മാർ. ഇവിടെ ഇരിക്കുന്ന ഓരോ മത്സരാർത്ഥികളും ശ്രദ്ധിക്കണം. പ്രതിമാസം ഒരു കലാകാരന് ഗവൺമെന്റ് നൽകി വരുന്നത് 18,000 രൂപയാണ്. സർക്കാർ അതിനുവേണ്ടി നിശ്ചയിക്കുന്നത്, നിർദ്ദേശം നൽകുന്നത് ബ്ലോക്ക് പഞ്ചായത്തുമായിട്ട് സഹകരിച്ചുകൊണ്ട് അവിടെയുള്ള വിദ്യാർത്ഥികൾക്ക് മാലപ്പാട്ടും മാപ്പിളപ്പാട്ടും നാടൻ കലകളും പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓരോ ആളുകൾ കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളമുള്ള 1000-ഓളം വരുന്ന കലാകാരന്മാർക്ക് ഈ ഒരു ഫെലോഷിപ്പ് ഗവൺമെന്റ് നൽകണം. ഇപ്പൊ രണ്ടാമതും വിളിച്ചിട്ടുണ്ട് സർക്കാർ. ഒന്ന് കഴിഞ്ഞു, ഒന്നാം ഘട്ടത്തില് 1000-ഓളം ആളുകൾ തികഞ്ഞിട്ടില്ല. അതായത് കേരളത്തിൽ അങ്ങോളം എല്ലാ മതവിഭാഗത്തിലുള്ള കലകളെ പരിപോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് സർക്കാർ ചോദിക്കുന്നത്, നിങ്ങളോട് ബോധങ്ങൾ ചോദിക്കുന്നത് ഇതിനെ സംബന്ധിച്ചുള്ള ഡീപ്പായ കാര്യങ്ങളാണ്. അതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഞാൻ തരുന്നത്. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് മാപ്പിളപ്പാട്ടിനെ സംബന്ധിച്ചാണ് പറയാൻ പോകുന്നതെങ്കിൽ മോയിൻകുട്ടി വൈദ്യരെ സംബന്ധിച്ച് പഠിക്കണം, കാടായിക്കലിനെ സംബന്ധിച്ച് പഠിക്കണം, വൈദ്യരുടെ ജനന മരണ കാലയളവ്, അവരുടെ കൃതികളെ സംബന്ധിച്ചുള്ള ആഴത്തിലുള്ള അറിവ് വേണം. അപ്പൊ നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. മുഹീദ്ദീൻ മാല നമ്മുടെ സാഹിത്യോത്സവിന്റെ തുടക്കം മുതൽ ഇന്ന് വരെ ഒരു മത്സര ഇനമാണ്. മുഹീദ്ദീന്മാരുടെ രചന നടക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്? ആരാണ് അതിന്റെ രചയിതാവ്? കോഴിക്കോട്ടെ കുറ്റിച്ചിറയിൽപ്പെട്ട ഖാദി മുഹമ്മദ് തങ്ങളാണ് അതിന്റെ രചന നിർവഹിച്ചത്. മാലയിൽ തന്നെ അത് ഉണ്ടാക്കിയ വർഷം, കൊല്ലവർഷം 782-ലാണ് മാല രചിക്കുന്നത് ഖാദി മുഹമ്മദ് തങ്ങളാണ്. ഒരുപക്ഷെ അറബി മലയാള സാഹിത്യത്തിൽ അഥവാ മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തേതായ ഖാദി മുഹമ്മദ് തങ്ങള് ജന്മനാട് കോഴിക്കോട്ടെ ചാലിയത്ത് ഒരു ചെറിയ പ്രദേശമായ അത്തുറയ. മാലയിൽ തന്നെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. കോഴിക്കോട്ട് തൂറ തന്നിൽ മാലയിലെ അത്തുറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രദേശമാണ്. ഇവിടെ ഒരു കോറസൊന്നും കൂടിയാൽ കുറച്ചുകൂടി ലേറ്റാകും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കൊല്ലവർഷം. ഞാനിത് വെറുതെ പറഞ്ഞു പോവല്ല. ഇത്രയും ദൂരം വന്നിട്ട് എന്തെങ്കിലും ഒന്ന് നിങ്ങൾക്ക് കൈമാറണമെന്നുള്ള അതിയായ ആഗ്രഹമുണ്ട്. അപ്പൊ സാധാരണ രീതിയിൽ ഒരു കൃതി വരുന്ന സമയത്ത് രചയിതാവിനെ നമ്മൾ ആദ്യം പഠിക്കണം. രചയിതാവിന്റെ കാലവർഷം, രചനാ കാലഘട്ടം ഇതിവൃത്തം വേണം. എന്തുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് മുഹീദ്ദീൻ മാല അതിന്റെ രചന നിർവഹിച്ചത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. 4 കുത്തുബുമാരിൽ പ്രധാനിയായ ഷേഖ് ഗൗസുൽ ആലം സുൽത്താൻ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അദീദ് തങ്ങളുടെ അവദാനങ്ങളാണ് ഈ മാലയിൽ തീർത്തുള്ളത്. മാല രചിക്കാൻ വേണ്ടിയിട്ട് ഏതെല്ലാം ഗ്രന്ഥങ്ങളാണ് രചയിതാവ് തെരഞ്ഞെടുത്തിട്ടുള്ളത്? അതിലൊന്ന് ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്രോഫി തങ്ങളുടെ ബഹ്ജത്തുൽ അസ്റാർ. ആ കൃതി നിന്ന് കിട്ടാൻ വളരെ പ്രയാസമാണ്. എൻ്റെ വീട്ടിലെ ലൈബ്രറിയിൽ പഴയ കാലത്ത് പൂർവികര് അന്ന് റഫർ ചെയ്തൊരു കൃതി ഇപ്പോഴും കാണാം. പക്ഷെ പേജ് തുറക്കാൻ പറ്റില്ല, പൊടിഞ്ഞു പോകുന്ന അവസ്ഥയിലാണ്. രണ്ടാമത്തത് ഇമാം അബ്ദുല്ലാഹി യാഫി തങ്ങളുടെ ഇത് മാലയിൽ തന്നെ വളരെ കൃത്യമായിട്ട് മുസന്നിഫ് തങ്ങൾ അഥവാ ഖാദി മുഹമ്മദ് തങ്ങളെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കേവലം ഒരു പൊയ്വാക്ക് പറഞ്ഞു പോവുകയല്ല ചെയ്തത്. ഞാൻ റഫർ ചെയ്ത കൃതികള് ഒന്ന് ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്റഫി തങ്ങളുടെ ബഹ്ജിയാണ്, രണ്ടാമത്തേത് ഇമാം അബ്ദുല്ലാഹി യാഫി തങ്ങളുടെ തെക്മിലിയാണ്. അവർ ചൊന്ന ബൈതീനു ബഹ്ജാ കിതാബീനു അനീനെ തക്മീല തന്നിന്നും കണ്ടോവർ അല്ലാഹ് തീരുക്കേരും തുതിയും സ്വലാമാത്തും അതിനായി തുടങ്ങുവാ അരുചിത മത്സരത്തിൽ ഇനി തുടർ മത്സരത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഞാനൊരു സംഗതി തരാം. ഞാനിപ്പോൾ പാടുക, ബട്ട് എൻ്റെ ഫേസിലേക്ക് മാത്രം നോക്കണം.
അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ തുടങ്ങുവാൻ അരുൾ ചെയ്ത വേദാംബർ. ഇതൊന്നും നിങ്ങൾ ഇവിടെ 3 ആളുകൾ നേരത്തെ വിധി നിർണയിച്ചു പോയിട്ടുണ്ടോ? ഇപ്പോഴത്തെ വിധികർത്താക്കളെ ഇരിക്കുന്ന ഓഡിയൻസ് ആണ് നിങ്ങളെല്ലാം. ഞാൻ ഒരു പ്രാവശ്യം പാടി, രണ്ടാമത്തെ മത്സരാർത്ഥിയായിട്ട് വന്ന ആള് പാടുന്നത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. അല്ലാഹ് തിരുപേരും തുതിയും സ്വലവാത്തും അതിനാൽ ഏതിനാ മാർക്ക് കൊടുക്കാം? നിങ്ങൾ പറയാം, ഒന്നാമത്തേനും രണ്ടാമത്തേനും പറയാം. ആരെ 2 എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് എന്ന് പറയാം. മാഷാ അല്ലാഹ്, ഓനൊരു കുട്ടിയാണ്. ഓന് വെറൊരു SBS മാത്രമല്ല, ഒരു 1 SBS. അവന് മനസ്സിലാക്കില്ല. അല്ലാഹു റഹ്മത്താക്കട്ടെ. അഭിനന്ദനത്തിന് ഏറ്റവും കൂടുതൽ പിശുക്കുള്ള കാലഘട്ടം അത്. അല്ലാഹു റഹ്മത്താക്കട്ടെ. നോക്കിങ്ങള്, രണ്ടാമത്തേന് വനന്ത് കൊടുത്തെന്ന് ഞാൻ മനസ്സിലാക്കിയത്, രണ്ടാമത്തത് ലയമുണ്ട്. ചില മത്സരാർത്ഥികൾ നമുക്ക് കാണാം വിധി നിർണ്ണയിക്കുന്ന സമയത്ത് ഇങ്ങനെ നന്നിട്ട് ഒരു അറ്റൻഷൻ ആക്കിയിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. ഇങ്ങനെ നോക്കി ഒരു തുറിച്ച് ഇങ്ങനെ നോക്കി, അതല്ല വേണ്ടേ. ആ ലയം എങ്ങനെയാണ് വരുന്നത്? ഇപ്പൊ നോക്കി നിങ്ങൾ ഇവിടുന്ന് പാടുന്ന സമയത്ത് ആ ലയം നോക്കിക്കോളെ. മുഖത്തുള്ള ലയം നമുക്ക് ഒന്നും നോക്കുക. 2 ആളും വരുന്ന അവർ ചൊന്ന ബൈതീന്നും ബഹിജാഗീതാബീനു അങ്ങീനെ തകീന തന്നിന്നും കണ്ടോവ. ബഹിജ കിതാബ് എന്ന് പറയുമ്പോ ഓഡിയൻസിന് തോന്നാം അല്ലാഹ് ബഹിജ മുന്നിൽ മറച്ചു വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ എങ്ങനെയാണ് ഈ ലയം വരുന്നത്? ലയം വരുന്നത് പറയാം. ഈ ബൈത്തിന്റെ താളം, ബൈത്തിന്റെ രാഗവും ദഫിന്റെ താളവും ശരീരത്തിലേക്ക് സന്നിവേശിക്കുമ്പോൾ ശരീരത്തിൽ ഉടലെടുക്കുന്ന പ്രക്രിയയാണ് ലയം എന്നുള്ളത്. ഇപ്പൊ നേരത്തെ ആശംസ നടത്തിയ, അതുപോലെ നമ്മളെ പ്രമേയ പ്രഭാഷണം നടത്തി, അധ്യക്ഷൻ, അവരൊക്കെ ഞാൻ ഓരോരുത്തരുടെ പ്രഭാഷണം ശ്രദ്ധിച്ച് എല്ലാവരും കൈകൊണ്ടും ഇതൊക്കെ ഉണ്ട്. അപ്പൊ എന്നോട് ഇപ്പൊ സംഘാടകര് പറഞ്ഞാൽ നിങ്ങൾ പാടിക്കോ പറഞ്ഞോ, പക്ഷെ അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കോ. അപ്പൊ ഞാൻ ഇങ്ങനെ കണ്ടിരുന്നു. മൊഹീദ്ദിമാല കൊല്ലവർഷം 782 അതിന്റെ രചന നിർവഹിച്ചത്. ഖാദി മുഹമ്മദ് തങ്ങളാണ് അതിന്റെ രചന നിർവഹിച്ചത്. അവരുടെ വരിയാണ് അല്ലാഹ് തിരുപേരും തുതിയും നടക്കുവോ അല്ല. അപ്പൊ ഓരോരുത്തർക്ക് വന്നതായ ഒരു വാക്ക് സ്റ്റൈല് പോലെ ഈ ലയം, ഈ താളവും, ഇത് പ്രഭാഷണം ഹൃദയത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അതിൻ്റെതായ താളത്തിലാണ് ആചാര്യനം നടക്കുന്നത്. രണ്ടാമത്തെ ഒരു കൃതി 3. അതിൻ്റെ ഇടയ്ക്കൊരു ടിപ്സ് തരാം, ശ്രദ്ധിക്കാം. സംഘകാലത്തിലുള്ള ആളുകൾ ഒന്ന് കൈപൊക്കെ ഒരു കുഴപ്പമില്ല. അങ്ങനെ എല്ലാവർക്കും കാണിട്ട് ഞാനൊരു കന്നിമുലക്കുണ്ടല്ലോ എല്ലാവർക്കും കാണണമെന്നുള്ള സംഘഗാനം പാടുന്ന സമയത്ത് പലപ്പോഴും ഉണ്ടാകുന്നതാണ് ഈ ശ്രുതിഭംഗം വരുന്നുണ്ട്. സംഘഗാനമുള്ള ആൾക്കാർ ഒന്ന് കൈപ്പൊക്കാം. മലപ്പാട്ടിലോ അല്ലെങ്കിൽ മധുരഗാനത്തിലുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഒന്ന് കൈപ്പൊക്കിക്കൂടി, ഒരു കുഴപ്പമില്ല. പാടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലോ. ഉണ്ട് ഒരു 4-5 കൈകൾ. ഒരാൾ തന്നെ 2 കൈ പൊക്കിയിട്ടുണ്ട്. ഏതാവട്ടെ, സാധാരണ രീതിയിലാണ് വരുന്ന ഏറ്റവും വലിയ പ്രയാസം ശ്രുതിഭംഗമാണ്. ശ്രുതിഭംഗം എങ്ങനെയാണ് മത്സരത്തിൽ വരുന്നത് നോക്കണം. അവിടെ നമ്മൾ നന്നായിട്ട് പാടിയിട്ടുണ്ടാവും, പക്ഷേ വോയിസ് ഡിഫറെന്റ് ആയിരിക്കും. എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഇപ്പം നിങ്ങൾക്ക് കാണിച്ചു തരാം. അഖില ജനമണ്ണിലാദരിച്ച അസ്ലു അവ്വൽ നൂറുദിച്ച അഖില ജനമണ്ണിലാദരിച്ച അസ്ലു അവ്വൽ നൂറുദിച്ച യാ ശൈഖ് മുഹിയദ്ദീൻ യാ ഷാ. ഇത് രണ്ടും കറക്റ്റ് ആണോ അല്ലേ? ഉറപ്പിച്ച് പറഞ്ഞോളേ. മത്സരാർത്ഥികൾ ഉറപ്പിച്ച് പറയാം. ആണോ? അപ്പൊ ഇയാള് ലീഡിംഗ് വോയിസ് ആണ്. ഇയാളാണ് ലീഡിംഗ് വോയിസ്. ഈ ലീഡിംഗ് വോയിസിലേക്ക് ഞാൻ എങ്ങനെ കയറണമെന്ന് പഠിക്കലാണ് കഴിവ്. നോക്കിങ്ങള് അഖില ജനമണ്ണിലാദരിച്ച അസ്ലു അവ്വൽ നൂറുദിച്ച അഖില ജനമണ്ണിലാദരിച്ച അസ്ലു അവ്വൽ നൂറുദിച്ച യാ ശൈഖ് മുഹിയദ്ദീൻ യാ ഷാദ് ബഗ്ദാദി യാ ശൈഖ് മുഹിയദ്ദീൻ യാ ഷാദ് ബഗ്ദാദി
മതി ഇവിടാൻ മശഹൂറായി ഇവചരം പരിത്യാഗിയായി ഇവിടാൻ മശഹൂറായി ഇവചരം പരിത്യാഗിയായി ഈമാനി നജ്മൽ താരമായി വിസതുവകിയെ ബൈതദാർ ഈമാനി നജ്മൽ താരമായി വിസതുവകിയെ ബൈതദാർ യാ ഷീദ് മുഹിയദ്ദീൻ യാ ഷാദ് ബഗ്ദാദി യാ ഷീദ് മുഹിയദ്ദീൻ യാ ഷാദ് ബഗ്ദാദി. നിങ്ങൾക്ക് മത്സരാർത്ഥികൾക്ക് കലാകാരന്മാർക്ക് ഗുണം കിട്ടുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു സംഗതി ഞാൻ പറയുന്നത്, ഒരു പ്രൊജക്ട് CCR സെൻട്രൽ കൾച്ചർ റിസർച്ച് ആൻഡ് ട്രെയിനിങ്, ഡൽഹിയിലാണ് അതിന്റെ ഇന്റർവ്യൂ നടക്കുക. ഇതിനും വേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട കാര്യം. ഇപ്പൊ ദഫ്മുട്ടാണെങ്കിൽ നമുക്ക് അറബനമുട്ട് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചിരുന്നു, വളരെ മനോഹരമാണ് അതിന്റെ വരികളൊക്കെ. എനിക്ക് തോന്നാത്ത ചിലപ്പോൾ നേരിട്ട് സ്റ്റേറ്റിലേക്ക് പോകേണ്ട സാധനങ്ങളാവാം. ഇനി അതിൽ എക്സ്ട്രാ എന്തെങ്കിലും വേണമെങ്കിൽ എന്നെ കണ്ടാൽ മതി. ഒതുക്കരുത്. നല്ല വരികളൊക്കെ വേണമെങ്കിൽ സ്വകാര്യമായിട്ട് കണ്ട ഞാൻ ഗൂഗിൾ പേ നമ്പർ അയച്ചു തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. അത് വേറൊരു ഏതോ ആവട്ടെ, എനിക്ക് നന്നായിട്ട് താളം, നന്നായി കൃത്യമായ താളം ഉണ്ടായിരുന്നു ആ മക്കൾക്ക്. അള്ളാഹു നിലനിർത്തി കൊടുക്കട്ടെ. CCR സെൻട്രൽ കൾച്ചർ റിസർച്ച് ആൻഡ് ട്രെയിനിങ് പ്രതിമാസം ഒരു കുട്ടിക്ക് സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്നത് കാലാകാലങ്ങളായിട്ട് വരുന്ന 5000 രൂപയാണ്. ഇപ്പൊ അറബനമുട്ടും കളരിയും തമ്മിലുള്ള ഒരു കമ്പാരിംഗ് സ്റ്റഡി നടത്താം. അറബനമുട്ടിന് കളരിയുടെ മെയ്ത്തൊയിലുണ്ടോ? നമ്മൾ കളരിയിലുണ്ടല്ലോ സ്ഥിരമായിട്ട് നമർച്ചയിൽ ഇടത്ത് കൂട്ടി വെച്ച് വലത്തുടച്ച് ചോട്ടി വലത്ത് കൂട്ടി മാറി ഇടത്ത് കൂട്ടി തുക്ക് വെച്ച് നമ്മൾ ദൂർന്ന് വരത്തി വിഷയം വായ്ത്താരിയും മെയ്ത്തൊയിലിന്റെ എന്തെങ്കിലും സംഭവങ്ങൾ അതിന്റെ കമ്പാരിംഗ് സ്റ്റഡി നടത്തിയാൽ അതിന് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാണെങ്കിൽ പ്രതിമാസം ഈ ഇരിക്കുന്ന നിങ്ങളെ പോലത്തെ കലാകാരന്മാർക്ക് 5000 രൂപയാണ് കേന്ദ്ര സർക്കാർ നൽകുന്നത്. അത് ഏകദേശം 2 വർഷത്തോളം ഉണ്ട്. നമുക്ക് അടുത്ത ഒരു കൃതി പരിചയപ്പെടുത്താം. വേണല്ലോ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. റിഫായി മാല നമ്മുടെ മത്സരത്തിൽ ഒരു ഇനമാണ്. അതിന്റെ മുഹീദ്ദീൻ മാല പോലെ തന്നെ ലക്ഷണമൊത്ത ഒരു മാലപ്പാട്ടാണ് റിഫായി മാല. രചനാ കാലഘട്ടം എന്നുള്ളത് 950 കൊല്ലവർഷം 957. ഇതിന്റെ രചയിതാവിന് ഈ കാലയളവിലൊക്കെ ഞാൻ നോക്കിയിട്ട് എനിക്ക് ഇതുവരെ ആളെ കിട്ടിയിട്ടില്ല. അറിയുന്ന ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എനിക്ക് അറിയിച്ചു തരണമെന്ന് ഈ സമയത്ത് ഞാൻ ഒരുപാട് എൻ്റെ അന്വേഷണം പോയി. ഇപ്പോഴും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. റിഫായി മാലിന്റെ രചയിതാവിനെ സംബന്ധിച്ച് മാലയിൽ പരാമർശിക്കില്ല. ഏതാവട്ടെ അതിന്റെ ഇതിവൃത്തം എന്നുള്ളത് 4 കുത്തുബ് മാലി പ്രധാനിയായ ഷെയ്ഖ് അഹ്മദുൽ കബീർ റിഫായി ഖദ്ദസല്ലാഹു തആല സിറഹുൽ അദീസ് തങ്ങളുടെ അവദാനങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളതാണ് റിഫായി മാലയിലെ അതിന്റെ ഇതിവൃത്തം മുഴുവനും വരുന്നത്. അതിൽ റഫർ ചെയ്ത കൃതികൾ ഏതാണ്? പിന്നെ നമ്മൾ അതാണ് ചർച്ച ചെയ്യുന്നത്. റിഫായി ഷെയ്ഖ് തങ്ങളുടെ തൻബീഹാണ്. രണ്ടാമത്തത് സിറുൽ മക്നൂൻ എന്ന കൃതിയാണ്. മുസന്നിഫ് ഇതിനു വേണ്ടിയിട്ട് ഈ രചന നടത്തുന്ന സമയത്ത് റഫർ ചെയ്ത കൃതികളാണ്. ഏതായാലും റിഫായി മാലയിലെ ഒരു 1-2 വരികൾ ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് ആസ്വദിക്കാം ഈ സമയത്ത്. നമ്മുടെ സാഹിത്യോത്സവിലെ ഒരു മാലപ്പാട്ട് കൂടി, മത്സര ഇനത്തിലുള്ള ഒരു മാലപ്പാട്ട് കൂടി നമുക്ക് പരിചയപ്പെടാം. നഫീസത്ത് മാല.
ഈ മാലപ്പാട്ടുകൾ പാടുമ്പോൾ നമ്മുടെ ശരീരത്തിന് എന്താ കിട്ടുന്നത്? ഇവിടെയാണ് നേരത്തെ നമ്മുടെ രാഷ്ട്രീയ പ്രതിനിധികളൊക്കെ പറഞ്ഞത്. കൃത്യമായ ഒരു സെറ്റപ്പിലാണ് ഇത് നടക്കുന്നത്. വംശീയ പാരമ്പര്യ സംഗീതത്തെ ഇവിടെ അടുത്ത തലമുറയിലേക്ക് കൈമാറുന്ന ഒന്നാണ് സാഹിത്യോത്സവം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. കാരണം ഇതിലൊക്കെ ഉടലെടുക്കുന്നത് എത്നോ മ്യൂസിക്കോളജി, വംശീയ പാരമ്പര്യ സംഗീതമാണ്. നമുക്ക് നഫീസത്ത് മാല ആര് രചിച്ചു, ഏത് കാലഘട്ടത്തിൽ? നഫീസത്ത് മാലയുടെ രചനാ കാലഘട്ടം എന്നുള്ളത് കൊല്ലവർഷം 957. രചയിതാവ് നാലകത്ത് കുഞ്ഞുമൊയ്തീൻകുട്ടി സാഹിബാണ് അതിന്റെ രചന നിർവഹിച്ചത്. നമുക്കറിയാം, ഒരു കാലഘട്ടത്തില് വീട്ടിൽ നിന്ന് പ്രസവിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണ്ട എന്ന് ഞാൻ ഈ പറഞ്ഞതിന്റെ അടിസ്ഥാനം ഇല്ല കേട്ടോ, വളരെ ശ്രദ്ധിക്കണം. ഓൺലൈൻ ഇല്ലാത്തത് കൊണ്ട് ധൈര്യമായിട്ട് ഞാൻ പറയാണ്, ആരെങ്കിലും അത് എടുത്തിട്ട് പിടിച്ചിട്ട് ചെയ്യരുത്. കാരണം ആനക്ക് തുമ്പിക്കൈ ഉണ്ടെന്ന് ആനക്ക് തുമ്പിക്കൈ മാത്രമേ ഉള്ളൂ എന്ന് വ്യാഖ്യാനിക്കുന്ന കാലഘട്ടമാണത്. പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ കഴിയുന്ന പെണ്ണുങ്ങൾക്ക് പ്രസവിക്കാൻ മാത്രമേ അറിയൂ എന്ന് ദുർവ്യാഖ്യാനം ചെയ്യും. അതല്ല ഞാൻ പറഞ്ഞത്. നഫീസത്ത് മാല ഈ പ്രസവ വേദന ഉണ്ടാകുന്ന സമയത്ത് വീട്ടിൽ വെച്ച് അതൊക്കെ അനുഭവമുള്ള ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവാം. ഇതിൽ വരുന്നത് സ്ട്രെസ് നീക്കം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. എത്നോ മ്യൂസിക്കോളജി കൊണ്ട് സ്ട്രെസ്സിന് നീക്കം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് അതിന്റെ സയന്റിഫിക് ആയിട്ട് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നഫീസത്ത് മാല 2 വരി ഇൻഷാ അല്ലാഹ് നമുക്ക് ആസ്വദിക്കാം. ബിസ്മിയും ഹംദുൻ സ്വലാത്തും സലാമും നിന്നെ നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. മുഷ്ഫിഉം മുസല്ലലും മുഖദ്ദമും നൂറുല്ലാഹ് മുസിയും മുബൈനും മുബയ്യിനും സഅദുല്ലാഹ് മുസ്തഫ മുസദ്ദിഖും മുജീബുൽ ഹബീബുല്ലാഹ് മുൻദിറും മുബശ്ശിറും ഇവിടെ 4ാമത്തെ വരി ഹൈപ്പിച്ച് എൻ്റെ മത്സരാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ഇവിടെ എടുക്കുന്ന സമയത്താണ് എന്നുള്ളൊരു സാധനം വോയിസിലേക്ക് അങ്ങ് കയറി വരും. ഉണ്ട് അതിന് വിധികർത്താക്കൾ പറയുന്നത് ഒരു സിൽവർ വീണു, വെള്ളി വീണു എന്നൊക്കെ പറയും. കൃത്യമായ പരിശീലനം ഇല്ലാത്തതിൻ്റെ പേരിലാണ്. അതായത് മത്സരത്തിന് തൊട്ട് മുമ്പല്ല നോക്കേണ്ടത്, ദിവസങ്ങളോളം മാസങ്ങളോളം സാധകം ചെയ്തുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് നന്നായിട്ട് പാടി തൊണ്ട ക്ലിയറാക്കി എടുക്കുമ്പോൾ നമുക്കൊരു വേദി ഒരു വിഷയമായിട്ട് വരില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങൾ കേൾക്കാത്ത ഒരു മാലപ്പാട്ടിനെ പറ്റിയിട്ടാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. നിങ്ങൾക്ക് ആരും മുന്നിലും പറയാൻ പറ്റുന്ന ഒരു മാലപ്പാട്ട്. ആര് രചിച്ചു, ഏത് കാലഘട്ടത്തിൽ, ഏതാണ് ഇതിവൃത്തം എന്നുള്ളത് നോക്കാം. വലിയ നസീഹത്ത് മാല കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് അതിന്റെ കൃതി കിട്ടാനില്ല. ഏതാവട്ടെ, വൈദ്യർ അക്കാഡമിയിൽ അതിന്റെ കോപ്പിയുണ്ട്, അതുപോലെ നോളസിറ്റിയിലുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. വലിയ നസീഹത്ത് മാല അതിന്റെ രചയിതാവ് തിരൂര് കൂട്ടായി സ്വദേശി മാനാക്കാനകത്ത് കുഞ്ഞിക്കോയ തങ്ങളാണ് വലിയ നസീഹത്ത് മാലയുടെ രചയിതാവ്. അതിന്റെ തങ്ങൾ പഠിച്ചിട്ടുള്ളത് പൊന്നാനിയിലായിരുന്നു. രചനാ കാലഘട്ടം എന്നുള്ളത് ക്രിസ്താബ്ദം 1674 അഥവാ ലൗകികമെന്നല്ല മതപരമായ വിദ്യാഭ്യാസത്തിന് പോലും കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമായ പ്രചാരണമില്ലാത്ത കാലഘട്ടത്തില് അത് സാമൂഹിക സദാചാരങ്ങളെ പഠിപ്പിക്കുന്ന ലക്ഷ്യത്തോടു കൂടി തങ്ങൾ രചിച്ചതാണ് ഈ മുഹീദ്ദീൻ മാല പോലെ തന്നെ റിഫായി മാല പോലെ തന്നെ വലിയ നസീഹത്ത് മാല. അതിന്റെ ഇതിവൃത്തം എന്നുള്ളത് മരണം, ഖബർ, മഹ്ശറ തുടങ്ങിയ കാര്യങ്ങളാണ്. ഞാൻ ആ വിഷയത്തിലേക്ക് കൂടുതൽ ഇപ്പം തന്നെ ഖബറിനെ പറ്റി പറഞ്ഞാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ മുഴുവൻ എന്താകും, നിങ്ങളുടെ മൈൻഡ് മാറുന്നുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കുന്നില്ല. ഞാൻ ഒരൊറ്റ കാര്യം കൂടി നിങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ എൻ്റെ ഇടയ്ക്ക് ചോദിച്ചു, വേറെ വല്ല പാട്ടും പാടണോ വേണ്ടേ? വേണോ? എന്നാൽ ഇൻഷാ അല്ലാഹ് ഒരു പാട്ട് പാടാൻ മത്സരത്തിലുള്ള ഒരൊറ്റ പാട്ട് നിങ്ങൾക്ക് പാടിത്തരാം. സൂഫി ചിന്ത് മത്സരത്തിലില്ലേ? ഉണ്ടോ? ഇച്ചമസ്ഥാന്റെ വരികളുണ്ടല്ലോ. ആരാണ് ഇച്ചമസ്ഥാൻ? കണ്ണൂർ സിറ്റി ജുമാഅത്ത് പള്ളിയുടെ ചാരയാണ് ഇച്ചമസ്ഥാൻ. ഖാദിരിയ സരണിയിലൂടെ ജീവിച്ച മഹാമനീഷിയായിരുന്നു ഇച്ചമസ്ഥാൻ.
അഥവാ മാപ്പിള ദാർശനിക സാഹിത്യത്തിന്റെ സമുന്നത മാതൃകയാണ് ഇച്ച എന്ന പേരിൽ അറിയപ്പെട്ട അബ്ദുൽ ഖാദർ മസ്താന്റെ രചനകൾ എന്നതിൽ യാതൊരു സംശയമില്ല. സൂഫി ചിന്തകൾ അടങ്ങിയ പ്രസ്തുത രചനകളുടെ ഭാവതലം സാധാരണക്കാർക്ക് ദുർഗ്രഹമാണ്. അതിലെ ചില പദങ്ങളൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിഞ്ഞുകൊള്ളണമെന്നില്ല. സൂഫികളുടെ ചര്യകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക സഞ്ചകൾക്ക് പലപ്പോഴും ലൗകികതയുടെ തലത്തില് വിവക്ഷിതമായ അർത്ഥകൽപ്പന അസാധ്യമാണെന്ന് സംശയമില്ല. ഇച്ചയുടെ ഖബർ കണ്ണൂരിലാണ്. സെയ്ദ് മുഹമ്മദ് മൗല തങ്ങളുടെ ഖബറിന്റെ ആ ഭാഗത്താണ് ഇച്ചയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ഇച്ചയുടെ ഒരു വരി ഇൻഷാ അല്ലാഹ് ഇച്ചയുമായിട്ട് ബന്ധപ്പെട്ട സമാനമായ ഒരു വരി ആസ്വദിക്കാം. മാണിക്യം ലാമായ അഗമീയമായ അഹമ്മദായി അലമില്ല. മാണിക്യം ലാമായ അഗമീയമായ അഹമ്മദായി അലമില്ല. ആക്കിയ തമ്പുരാൻ എൻ തമ്പുരാനേ അടിയനിന്റെ നിലതെടുന്നല്ല. എന്താ ഇതിന്റെ വരികളുടെ ഒരു ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നിച്ചമസ്താനെ പോലത്തെ ആളുകളെ പാട്ട് എഴുതാൻ വേണ്ടി ഇരുന്നവരല്ല അവര് പോകുന്ന ചുമരുമലൊക്കെ കരിക്കട്ടയൊക്കെ എടുത്ത് ഉപയോഗിച്ച് അതൊക്കെ എഴുതി പിൽക്കാലത്തുള്ള ആളുകൾ അത് ചിന്തകളാക്കി മാറ്റിയതാണ്. സൂഫി ചിന്തിന് ഞാൻ വെക്കുന്ന അർത്ഥം ചിന്തി നിറഞ്ഞൊഴുകുന്ന കവിതാ സമാഹാരം എന്നാണ്. അല്ലാണ്ട് പാട്ട് എഴുതാൻ പേപ്പർ എടുത്തിരുന്ന ആളുകളല്ല ഇച്ചമസ്താനം. ഹാജി അബ്ദുൽ റസാഖ് മസ്താൻ അദ്ദേഹം 1930 കാലഘട്ടങ്ങളിൽ പൊന്നാനിയിൽ നിന്ന് കൊയിലാണ്ടിയിലേക്ക് കുടിയേറിയവരാണ്. കൊയിലാണ്ടിയിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് എല്ലാവിധ സൗകര്യങ്ങളും ഒരുക്കിയത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളായിരുന്നു. അല്ലാഹു തആല വെറുതെ ഉയർത്തി കൊടുക്കും. അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളാണ് ഹാജി അബ്ദുൽ റസാഖ് മസ്താന്റെ ആ ജീവിതത്തിലുള്ള എല്ലാ വകയും ഒരുക്കി കൊടുത്തത്. നമുക്ക് ഇൻഷാ അല്ലാഹ് സാഹിത്യോത്സവ മത്സരത്തിലേക്കുള്ള ഒരു ചെറിയ ചിന്ത ഹാജി അബ്ദുൽ റസാഖ് മസ്താന്റെ സൂഫി ചിന്ത നമുക്ക് ഇൻഷാ അല്ലാഹ് ആസ്വദിക്കാം. ഇതില് ഇച്ചന്റെ പാട്ടിലും അതുപോലെ ഹാജി അബ്ദുൽ റസാഖ് മസ്താന്റെ പാട്ടിലൊക്കെ അവരുടെ പേരുകൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അത് മൊഹീദ്ദീൻമാരി മുതലേ തുടക്കമുള്ളതാണ്. മോയിൻകുട്ടി ബദരി മുതലേ തുടക്കമുള്ള ആ കാര്യം ഒന്ന് നമുക്ക് ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കാം. ഏതാണ് ആ വരി? ദോഷി എനിക്ക് മാഷു ഭീഷുലേഷമേ ദയാനദയാ ചെയ്യുനി ഹയ്യുൽ ഖയ്യൂമേ. ദോഷി എനിക്ക് മാഷു ഭീഷുലേഷമേ ദയാനദയാ ചെയ്യുനി ഹയ്യുൽ ഖയ്യൂമേ. ഹാജി അബ്ദുൽ റസാഖ് വാഖിഖേ നജവാനേ ഹാജി അബ്ദുൽ റസാഖ് വാഖിഖേ നജവാനേ. യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസ്റാറു റബ്ബാനി യാ ഗൗസ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി യാ ശൈഖ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി അസ്റാറു റബ്ബാനി. ചിന്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്ന പാട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഈ കുട്ടികൾക്കറിയാം. ആ വരിയിനേക്കാൾ മുന്നേ ഏതെങ്കിലും വരി കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് ഇവിടെ ശ്രദ്ധിക്കുക. എന്റെ മുഖത്തേക്ക് മാത്രം നോക്കുന്ന ആളുകൾക്ക് ഇതിന്റെ അർത്ഥം കേട്ടോ. എന്റെ മുതുക് നിന്റെ വഞ്ചനയാലേറ്റ പാട്. ഞാൻ പാണനല്ല, പറയനല്ല, പൊലയനല്ല, നീ തമ്പുരാനുമല്ല. ആണിൽ എനിക്ക് ഒരു ചുക്കുമില്ല. ഇതറിയും അതാ കണ്ടോ ചിരിക്കുന്നു. ഇതിന്റെ ശൈലി ഇതല്ലെന്നാ തോന്നല്ലേ? ഇതിൻ്റെതായ ഒരു ശൈലിയുണ്ട്. ഏതാവട്ടെ ഞാൻ പാണനല്ല, പറയനല്ല, പൊലയനല്ല, നീ തമ്പുരാനുമല്ല. ആണിൽ എനിക്കൊരു ചുക്കുമില്ല. ഞാൻ ചുക്കുമില്ല എന്നുള്ള ചില പദങ്ങൾ ഒഴിവാക്കിയിട്ട് ഇങ്ങനെ ആക്കിയതാണ്. ഏതോ ആവട്ടെ. റാപ്പ് സംഗീതജ്ഞന്റെ ഈ വരി അത് ജാതീയതക്കെതിരെയാണ്, ഉച്ചനീചത്തിനെതിരെയാണ്. എങ്കിൽ ഇന്നത്തെ ഈ ദിവസം ഈ വരി ഞാൻ എടുത്തത് എന്തിനു വേണ്ടിയിട്ടാണ്?
ഉമർ ഖാദി തങ്ങളുടെ ആണ്ട് നടക്കുന്ന ദിനമാണ്. ഇവിടെ നമ്മള് എന്റെ മുന്നിലിരിക്കുന്ന SSFന്റെ കർമ്മധീരരായ പ്രവർത്തകര് ഒരു അന്വേഷണം, ഒരു പഠനം നടത്തേണ്ടത് 173 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആശയം സമൂഹത്തോട് വിളിച്ചു പറഞ്ഞ കവിത ശരങ്ങളിലൂടെ സമൂഹത്തിലേക്ക് എത്തിച്ച മഹാമനീഷിയാണ് വെളിയങ്കോട് ഉമർ ഖാദി, ആഷിഖുർ റസൂൽ ഉമർ ഖാദി. أيا فاخرا بالنسب كيف التفاخر وأصلكم من قبل تيم فبانرو وآشاري موشاري ومنان പറയരൂ ചട്ടീവ കൊയപ്പാനും വനായാടി പാണരൂ എന്തിനാടോ നീ തറവാടിത്തം കൊണ്ട് അഹങ്കരിക്കുന്നത്? എന്റെ 2-3 തലമുറ അപ്പുറം നോക്കിയെങ്കിൽ തീയമ്പ പാണരോ, പാണര് തീയനാവാം, അല്ലെങ്കിൽ പാണരാവാം, ആശാരി ഭൂഷാരിവ മണ്ണാന് പറയരൂ. ഇതിലേതെങ്കിലും ഒന്നാവാം. ചെട്ടിയാവാം, കൊയപ്പാനാവാം, നായാടിയാവാം. അഥവാ ഉച്ച നീചത്വങ്ങൾക്കെതിരെ പടപരുതിയ ഉമർ ഖാസിയെ ഈ എന്റെ സദസ്സിലിരിക്കുന്ന അഭ്യസ്ത വിദ്യരും ഗവേഷണ ചിന്തകരായ ഗവേഷണ പടുക്കളായ എന്റെ മത്സരാർത്ഥികളും വിദ്യാർത്ഥികളും ഒരുപോലെ അവിടുത്തെ കവിതകളില് പഠനം നടത്തേണ്ട സമയം അത് അതിക്രമിച്ചിരിക്കുന്നു എന്ന് ഈ സമയത്ത് ഞാൻ പറയാം. ഉമർ ഖാദിയെ സംബന്ധിച്ചിടത്തോളം കേവലം ഫഖീഹ് മാത്രമായിരുന്നില്ല, സൂഫി മാത്രമായിരുന്നില്ല, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് സ്വതന്ത്ര സമര സേനാനിയായിരുന്നു ഉമർ ഖാദി തങ്ങൾ. അല്ലാഹു തആല അവിടുത്തെ ദർജ ഉയർത്തിക്കൊടുക്കുമാറാവട്ടെ. ഞാൻ ഈ സമയത്ത് 173 കൊല്ലങ്ങൾക്ക് മുമ്പ് ഇങ്ങനെ ഒരാൾക്ക് പാടിയിട്ടുണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു പാട്ട് വേണ്ടി വന്നു എന്നാണ് ഞാനിവിടെ സൂചിപ്പിച്ചത്. 2 പാട്ടും കൂടി പാടിയിട്ട് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കുന്നു. പറഞ്ഞുകൊണ്ട് വന്നത് എന്റെ മത്സരാർത്ഥികളോട് മുഹീദ്ദീൻ മാല പാടുന്ന സമയത്ത് മാലയുടെ ആത്മീയതയിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലണം. ലിഫായി മാല പാടുമ്പോൾ, അതുപോലെ നഫീസത്ത് മാല പാടുമ്പോൾ അതിന്റെ സയന്റിഫിക്കായ വശങ്ങളും ഒരു സാഹിത്യോത്സവം കണ്ട് നമുക്ക് ഒരുപാട് അറിവുകൾ നേടുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കണം. അതിനെ പറ്റിയതായ ഒരുപാട് അധ്യാപകർ, ഉസ്താദുമാര്, മറ്റധ്യാപകര്, അനധ്യാപകര് എല്ലാവരും ഇവിടെയുണ്ട്. അവരെ കണ്ടുപോയിട്ട് അറിവ് നേടേണ്ട നമ്മളാണ്. നമ്മൾ സ്ലിപ്പേഡുമായി പോയിട്ട് എഴുതി കുറിച്ച് അടുത്ത തലമുറയ്ക്ക് കൊടുക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ ഓരോരുത്തരും ഉണ്ടാക്കിയിരിക്കണം. ഈ സമയത്ത് അറിയിച്ചുകൊണ്ട് 2 നിങ്ങളിലേക്ക് നൽകുകയാണ്. സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജ റസൂലുള്ള സകലരിലും ഗുണമേകിയ ത്വാഹ ഇറയ റസൂലോരേ മദ്ഹുച്ചോരേ അല്ലി റസൂലുള്ള റസൂലുള്ള രണ്ടാമത്തെ ലാൻഡിങ് പാട്ട് മത്സരത്തിൽ ശ്രദ്ധിക്കണ്ടേ? നിങ്ങളിത് അടുത്ത മത്സരത്തിൽ എൻ്റെ ലാൻഡിങ് ഒന്ന് ശരിക്കും ശ്രദ്ധിക്കുക. ആ വരി നിർത്തുന്ന ഒരു ശൈലി ശരിക്കും നോക്കിക്കോളൂ. സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജ റസൂലുള്ള സകലരിലും ഗുണമേകിയ ത്വാഹ ഇറയ റസൂലോരേ മദ്ഹുച്ചോരേ അല്ലി റസൂലുള്ള റസൂലുള്ള സമതുടയോന്റെ ഹബീബുള്ള സ്വർഗീയ രാജ റസൂലുള്ള സകലരിലും ഗുണമേകിയ ത്വാഹ ഇറയ റസൂലോരേ മദ്ഹുച്ചോരേ അല്ലി റസൂലുള്ള റസൂലുള്ള सब मकामी बरवे बरवे सब मकामी बरवे बरवे
ഹബീബുള്ള സ്വർഗീയ രാജാ റസൂലുള്ള സകലരിലും ഗുണമേകിയ താര ഇളയ റസൂലോരേ നല്ല മധുചോരേ ആലത്തിനൊഴുകി മുത്ത് റസൂലുള്ള മുത്ത് റസൂലുള്ള അമ്പിയാക്കളിൽ താജൊളിവായ നബിയുനാഥന്റെ പൂങ്കരളായ അമ്പിയാക്കളിൽ താജൊളിവായ നബിയുനാഥന്റെ പൂങ്കരളായ ഈ സുഹൃത ഫാത്തിമ ഇത് ഖദീജ ഫാത്തിമ ഈ സുഹൃത ഫാത്തിമ ഇത് ഖദീജ ഫാത്തിമ യാ ഫാത്തിമ നുറാനി യാ സബ്ര സഗ്റാനി യാ ഫാത്തിമ നുറാനി യാ സബ്ര സഗ്റാനി ഉമ്മ അവ്വൽ മുഅ്മിനീൻ ഉമ്മ റസൂൽ അൽ അമീൻ ഉമ്മ അവ്വൽ മുഅ്മിനീൻ ഉമ്മ റസൂൽ അൽ അമീൻ സയ്യിദി ഒലിവായി ബരവ അൽ അമീൻ സയ്യിദി ഒലിവായി ബരവ അൽ അമീൻ യാ ഫാത്തിമ നുറാനി യാ സബ്ര സഗ്റാനി യാ ഫാത്തിമ നുറാനി യാ സബ്ര സഗ്റാനി. ഏതായാലും ഇത്രയും നേരം നിങ്ങളുമായിട്ട് സംവദിക്കാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. ഈ കല നേരത്തെ മുൻ പ്രഭാഷകരൊക്കെ സൂചിപ്പിച്ചതുപോലെ തിന്മക്കെതിരെ നീതിയുടെ പക്ഷത്ത് നിന്നുകൊണ്ട് അനീതിക്കെതിരെ പോരാടാൻ, തിന്മക്കെതിരെ പോരാടാൻ, ലഹരിക്കെതിരെ പോരാടാൻ നമുക്ക് കഴിയുമാറാവട്ടെ എന്ന് ഈ സമയത്ത് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്തുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങൾ, ഡയമണ്ട് ജൂബിലി ഫെലോഷിപ്പ് കേരള ഗവൺമെൻറ് ഒരാൾക്ക് 18,000 രൂപയാണ് നൽകുന്നത്. അതുപോലെ തന്നെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ, അതുപോലെ കേരള സർക്കാർ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികൾക്ക് ഈ കലകളൊക്കെ പഠിക്കുന്നതിന് 500 രൂപ സ്റ്റൈപ്പൻഡ് നൽകുന്നത്. ഞാൻ പറയുന്നത് 3 വർഷത്തോളമായി കേരള ഗവൺമെൻറ്റിൻ്റെ ഇത്തരം കാര്യങ്ങൾ സംരക്ഷിക്കുന്ന കേരള ഫോക്ലോർ അക്കാദമിൻ്റെ ഒരു വൈസ് ചെയർമാൻ എന്നുള്ള നിലക്കാണ് ഞാനിത് നിങ്ങളോട് സംസാരിച്ചത്. നിങ്ങളൊക്കെ ഈ നിലയിലേക്ക് മുന്നോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് തിരുവാക്കിയത് ഈ കീഴ്പറമ്പ് സെക്ടർ സാഹിത്യോത്സവിൻ്റെ സമാപന സംഗമം ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.